ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സത്സംഗത്തിൽ ഭീഷ്മ പിതാമഹൻ്റെ അതിമനോഹരമായിട്ടുള്ള വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭക്തി എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉയർന്ന അവബോധം, അദ്ദേഹം ഭഗവാനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഭഗവാൻ അദ്ദേഹത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇൻസ്പിറേഷൻ ലഭിച്ചു. പല പ്രാവശ്യം മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് ചർച്ച ചെയ്തപ്പം ഭീഷ്മ പിതാമഹൻ്റെ ആ ഒരു തോട്ട് പാറ്റേൺ എത്ര ഉയർന്ന ചിന്താഗതിയാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് വേണ്ടുന്നത്. ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. പേഴ്സണലി മഹാഭാരതം ക്ലാസ്സുകൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോഴും പുതിയതായിട്ട് വായിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പേഴ്സണലി എന്ത് മാറ്റമാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടായത് എന്ന്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് പാണ്ഡവരെയാണ്. പാണ്ഡവരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം ഭഗവാനാണെങ്കിൽ നമുക്ക് ഒരു ചക്രവർത്തിയായിട്ട് വരെ ഈ ലോകത്തെ ഭരിക്കാം. ഒരു കാട്ടിൽ താമസിക്കുകയാണെങ്കിലും നമുക്ക് സമാധാനത്തോടെ താമസിക്കാം. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും, യുദ്ധത്തിൻ്റെ നടുവിലാണെങ്കിൽ പോലും, ഏത് നിമിഷവും ഏതവസ്ഥയിലും നമ്മുടെ ബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പാണ്ഡവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. കൗരവരുടെ പരാജയം അവിടെയാണ്, പാണ്ഡവരുടെ വിജയം അവിടെയാണ്. ദുര്യോധൻ തുടയം പൊട്ടി കിടക്കുന്ന സമയത്ത് പറയുന്നു, നിങ്ങൾ കുറേ വിധവകളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നോ, ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ്. പക്ഷേ ആ മണ്ടൻ ഇതുവരെ മനസ്സിലായില്ല. എന്താ മനസ്സിലാവാത്തത്? പാണ്ഡവരുടെ വിജയം എന്താണ്? പാണ്ഡവരെപ്പോഴും ഹാപ്പിയായിരുന്നു. അവർ മാനുഷിക മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, അതിലാണ് മഹത്വം കൊടുത്തത്. അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. എല്ലാവർക്കും ഇന്ദ്രിയ ആസ്വാദനവും പദവികളും ഈ പിടിച്ചടക്കിയതും നേടിയെടുത്തതും ഇതിനെക്കുറിച്ചായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. പക്ഷേ ഇതിനപ്പുറത്തായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. അതിന് ഉയർന്ന വീക്ഷണം വേണം. ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ കുറവ് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പൊതുജനങ്ങൾ ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും എന്തും ചെയ്യാം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു ഒഴുക്കിൽ നമ്മളും പെട്ടുപോകരുത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്രയും പാപങ്ങൾ ചെയ്ത ദുര്യോധന പോലും സ്വർഗലോക പ്രാപ്തി കിട്ടുകയാണെങ്കിൽ പാണ്ഡവർ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇത്രയും ഉയർന്ന ധർമ്മ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിച്ച പാണ്ഡവർ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നേരം അത്രയ്ക്ക് എളുപ്പമാണ് സ്വർഗത്തിൽ പോകാൻ പോലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇന്നത്തെ കലിയുഗത്തിലുള്ളവർ ദുര്യോധനെക്കാട്ടിയും കഷ്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുര്യോധൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അവൻ അതിനെ ബാക്കപ്പ് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ മരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ സ്വർഗത്തിൽ എത്തിപ്പെട്ടു. അതൊരു വിജയമല്ല. കാരണം അതിൻ്റെ റീസൺസ്, അതൊരു സീക്രറ്റാണ്, ഒരു മിസ്റ്ററിയാണ്. കാരണം നിങ്ങൾക്കറിയാം, സ്വർഗത്തിലെത്തിയാലും പുണ്യം തീരുമ്പോൾ വീണ്ടും താഴെ വരണം അല്ലേ. അപ്പോൾ ഇന്ന് കലിയുഗത്തിലുള്ള ആൾക്കാർ എത്രത്തോളം അധപ്പതിച്ചവരാണെന്ന് നോക്കണേ. മുൻ യുഗങ്ങളിലുള്ള അസുരന്മാരെക്കാട്ടിയും കഷ്ടമാണെന്ന് നോക്കണം. നേരെ കൂട്ടത്തോടുകൂടി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യല്ലേ? സഹതാപം തോന്നുന്നു. നമുക്ക് നമ്മളോടും സഹതാപം തോന്നണം. നമ്മൾ ആ ഒരു ദിശയിലേക്ക് പോകാതെ പാണ്ഡവരുടെ വഴി എളുപ്പമുള്ള വഴിയല്ല. ദ്വാപര യുഗത്തിലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാണ്ഡവരുടെ വഴി പോകുക എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഉയർന്നൊരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറേ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മുടെ ലക്ഷ്യം അത്രത്തോളം ഉയർന്നതാണല്ലോ അല്ലേ. ഒരു താൽക്കാലിക നേട്ടങ്ങളല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പാണ്ഡവരെ പോലൊരു ലക്ഷ്യമാണ് ഉള്ളത് എങ്കിൽ സഹിക്കുക, ക്ഷമിക്കുക, തപസ്യ, ജീവിതം ഒരു തപസ്യയാക്കി മാറ്റുക. അല്ലാതെ തോന്നുന്ന പോലെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ആയി തീരാനാണ്, എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചാൽ മതിയെങ്കിൽ ഇഷ്ടമുള്ളതുകൊണ്ട് ജീവിക്കുക. എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലേ. ഒരു സ്കൂളിൽ
നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് ലഭിക്കും, അതിനനുസരിച്ച് അവരുടെ കരിയർ ബെറ്ററാകും. അല്ലാതെ ടൈം പാസ് കളിച്ച് ഒരു ലക്ഷ്യമില്ലാതെ ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, തോന്നിയതുപോലുള്ള പഠിത്തമാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കോപ്പി അടിച്ച് ഇവിടെ നിന്ന് കുറച്ച് കോപ്പി അടിച്ച് തട്ടിക്കൂട്ടിയാണ് പരിപാടികൾ ഒപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഒരു ഭാവിയായിരിക്കും അവർക്കുണ്ടാകും. എന്താ വേണ്ടുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അല്ലേ? ഇനി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം ധാർമ്മികതയുള്ളവരായിരുന്നു. ആരൊക്കെ? കൗരവപക്ഷത്തുള്ള എല്ലാവരും. അവരൊക്കെ യജ്ഞങ്ങൾ ചെയ്യുന്നു, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അവർക്കൊന്നും എത്താൻ പറ്റിയില്ല. അന്നേരം നമ്മളും അതേപോലെ ഒരു പേരിന് വേണ്ടി, ചടങ്ങിന് വേണ്ടി ക്ഷേത്ര സന്ദർശനം നടത്തുന്നു, ഈശ്വര വിശ്വാസികളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ ഭക്തിയുടെ തത്വങ്ങളെ ആഴത്തിൽ ചിന്തിക്കാതെ ഭഗവത്ഗീത ശ്ലോകങ്ങളെ മാത്രം കാണാപ്പാഠം പഠിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെന്താണ് പ്രയോജനം? അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. ഓക്കെ, തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈശ്രീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം കഥാമയം ദദാതി സ്വപദാന്തി. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗരരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവ ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണഗണിതാശേഷാഗാൻവിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപ്രദാസ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ പ്രദായ ഗൗരകഥാന്തായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതി ദേവി ഗൗരവാദി പ്രചാരിണി നിർവിശേഷണ്യവാദി പാശ്ചാത്യദേശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനി ശ്രീഭാഷവാനുവിദേ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രമേയം മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീഗോപാലിക ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രായ നമസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുവിദം സിദ്ധാന്തബൃന്ദായ. നമോ ഗൗരകിഷോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ പ്രണംബസാംബുദേ പദാംബുജയം. നമോ വ്യക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവ നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവോഹ്മ ശ്രീ ജഗന്നാഥായ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗരദസ് പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി മുക്തശക്തി. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പനേ ഗോപീഷ്ണ ഗോപികാന്ത നമസ്തേ. വേദാം സുരദോ പങ്കോർ മമോദമധീർമതി മത്സരസ്വപാദാമചൂനാദാമനമോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ഗോവിന്ദദേവോ കൃഷ്ണാനന്ദി സീതമാനം സ്മരാമി. ശ്രീമന്ദാസരസാരം ഭീമം ശ്രീപരത്തരസ്ഥിത കർഷൻ വേണുസ്വനേൻ ഗോപീം ഗോപിനാഥ ശ്രീസ്തന തപ്തകാഞ്ജനഗൗരാംഗീരാധീവൃന്ദാമേശ്വരീ കൃഷ്ണമാനസുദേ പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം
പരമാനന്ദമാധവം ശ്രീചൈതന്യം ഈശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഭീഷ്മ പിതാമഹനിൽ നിന്നും നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഈ ഭൂമി ഭരിക്കാൻ ആരംഭിച്ചു. സഹായത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദേവേന്ദ്രൻ എങ്ങനെയാണോ അമരാവതിയിൽ ഭരിച്ചിരുന്നത് അതേപോലെ യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കാൻ തുടങ്ങി. എന്നാലും ഹസ്തിനപുരിയിലൂടെ പ്രധാന ഭരണാധികാരി എന്നുള്ള രീതിയിൽ ധൃതരാഷ്ട്രയെ തന്നെ യുധിഷ്ഠിരൻ നിയമിച്ചിരുന്നു. ധൃതരാഷ്ട്രൻ്റെ അടുത്ത് സഞ്ജയനും യൂത്സും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും. പാണ്ഡവർ ഒരു എതിർപ്പും ഇല്ലാതെ അതിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. ദ്രൗപദി ദേവി, സുഭദ്രാദേവി ധൃതരാഷ്ട്രയും ഗാന്ധാരിയും സ്വന്തം അച്ഛനെ അമ്മയെ പോലെ സ്നേഹിച്ചിരുന്നു. കുന്തിദേവി പോലും ഗാന്ധാരിയെ മുതിർന്ന സഹോദരിയെ പോലെ എല്ലാ ആദരവും കൊടുത്തിരുന്നു. നോക്കണേ, കൗരവരിങ്ങനെ ചെയ്യുമായിരുന്നു. കൗരവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ? കൃപാചാര്യർ തിരിച്ചെത്തി ധൃതരാഷ്ട്രയുടെ ഉപദേശകനായിട്ട് മാറി. വ്യാസമഹർഷിയും മറ്റ് ഋഷിമാരും അവിടെ എത്തി. ഇപ്പോഴും യുധിഷ്ഠിരന് വലിയ കുറ്റബോധം, ഒരു നാണക്കേടും തോന്നുകയാണ്. കാരണം ആയിരക്കണക്കിന് വിധവകൾ, അനാഥരായിട്ടുള്ള കുട്ടികളൊക്കെ നഗരത്തിലുണ്ട്. ഒരുപാട് ദുഃഖത്തിലായി. അതുകൊണ്ട് ആ ഒരു വിഷമം മാറാനായിട്ട് ഭഗവാൻ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു കുറച്ച് നാൾ ഹസ്തിനപുരിയിൽ തന്നെ തങ്ങണമെന്ന്. അങ്ങനെ കുറേ കാലം ഭഗവാൻ യുധിഷ്ഠിരനോട് അവിടെ തന്നെ കഴിഞ്ഞു. എന്നിട്ട് ഒരു ദിവസം രാവിലെ യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങിങ്ങനെ ദുഃഖിച്ചിരിക്കരുത്. അങ്ങിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം വർദ്ധിക്കും. അതുകൂടാതെ അങ്ങയുടെ മരിച്ചുപോയ ബന്ധുക്കൾക്കും അതൊരു ദുഃഖമായിരിക്കും. അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുക, യജ്ഞങ്ങളൊക്കെ ചെയ്യുക, അങ്ങയുടെ പ്രജകൾക്കും സന്തോഷം നൽകുക. അങ്ങയുടെ പിതൃക്കൾക്കും ബ്രാഹ്മണർക്കും എല്ലാവർക്കും വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. അതിലൂടെ ഈ യുദ്ധത്തിലൂടെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു പാപം വന്നിട്ടുണ്ടെങ്കിൽ അതിലും തീരും. അതുകൊണ്ട് അങ്ങ് അശ്വമേധ യജ്ഞം ചെയ്യാൻ പറഞ്ഞു. അതുകൂടാതെ അതിലൂടെ ഈ നിരർത്ഥകമായിട്ടുള്ള ഈ ദുഃഖത്തെ അകറ്റാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഗോവിന്ദ, എനിക്കറിയാം അങ്ങേക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങ് എപ്പോഴും എനിക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. ജനാർദ്ദന, ആ പരമസത്യത്തെക്കുറിച്ച് അങ്ങ് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ മനസ്സ് ഇപ്പോഴും വലിയ ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങയുടെ വാക്കുകൾ അമൃതനെക്കാട്ടി മധുരമാണ്. ആ വാക്കുകളിലൂടെ എനിക്കൊരു ഉത്സാഹം കിട്ടും ഈ യുദ്ധം ചെയ്യാനായിട്ട്, ഈ രാജ്യഭാരം ഏറ്റെടുക്കാനായിട്ട്. എന്നാലോചിച്ച് നോക്കാം, ഇത്രയും യുദ്ധം കഴിഞ്ഞിട്ടും യുധിഷ്ഠിരൻ്റെ ഇത്രയൊക്കെ കേട്ടിട്ടും യുധിഷ്ഠിരൻ എത്ര പാപമാണ് യുധിഷ്ഠിരൻ എന്നാലോചിച്ചു. പക്ഷെ അതേ സമയത്ത് കൗരവർ എത്രത്തോളം ക്രൂരതയാണ് പാണ്ഡവരോട് ചെയ്തത്. ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുക. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും യുധിഷ്ഠിരനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഭഗവാൻ അറിയായിരുന്നു യുധിഷ്ഠിരന് ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. ഭഗവാന് ദ്വാരകയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നു, ഭഗവാന്റെ ബന്ധുക്കളെയൊക്കെ കാണാൻ. പക്ഷേ യുധിഷ്ഠിരൻ വീണ്ടും ഇങ്ങനെ അഭ്യർത്ഥിച്ചതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഹസ്തിനപുരിയിൽ തങ്ങുകയായിരുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് യുധിഷ്ഠിരൻ്റെ ദുഃഖത്തെ മാറ്റാൻ വീണ്ടും ഭഗവാൻ പറയുക. ഭഗവാൻ പറഞ്ഞു, ഭരതശ്രേഷ്ഠ, ഇനി അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് നേരിടേണ്ടത് അങ്ങയുടെ മനസ്സ്. ആ മനസ്സുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അറിവ്. അങ്ങയെ സഹായിക്കാൻ വേറൊരു സൈനികരും കാണത്തില്ല. രാജാവേ, അങ്ങേക്കെല്ലാം അറിയാം. അങ്ങേക്കറിയാം ആരും മരിക്കുന്നില്ല,
എല്ലാവരും ജീവാത്മാക്കളാണ്. ഈ ഒരു ഭൗതിക ലോകം ഒന്നുമല്ല, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു മായ മാത്രമാണ്. അന്നേരം നമ്മൾ വിചാരിക്കും യുധിഷ്ഠിരൻ എന്താ ഇങ്ങനെ, അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞൂടെ? നമ്മൾ മനസ്സിലാക്കണം, അറിയുന്നത് വേറെ, സാക്ഷാത്കാരം വേറെ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ശ്മശാനത്തിലും ചെന്നിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാവരും ഒരു ദിവസം മരിക്കും, ഇന്നലെ കണ്ട ആളാണ് ഇന്നിപ്പം ഭസ്മമായി എന്നൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷേ തിരിച്ചറിവെന്ന്, സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അറിവും തിരിച്ചറിവും സാക്ഷാത്കാരം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അന്നേരം ഇവിടെ ഭഗവാനാണ് പറയുന്നത്. അന്നേരം ഭഗവാൻ പറയുമ്പോൾ അതിനോടൊപ്പം അതിൻ്റെ സാക്ഷാത്കാരം കൂടെ കിട്ടുകയാണ്. യുധിഷ്ഠിരന് സാക്ഷാത്കാരം ഉണ്ട്, പക്ഷെ എന്നാലും ഭഗവാനിലൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ ചിലപ്പോൾ കുറേ ഭാഗവതം പറയുന്ന ആൾക്കാർ കാണും, ഭാഗവതം പാരായണം ചെയ്യുന്ന ആൾക്കാർ കാണും, കേൾക്കുന്നവർ കാണും, ഗീത പഠിക്കുന്നവർ കാണും. പക്ഷേ സാക്ഷാത്കാരം വളരെ ഇമ്പോർട്ടൻ്റാണ്. അനുഭവിച്ചറിയണം ആ വചനങ്ങളെ. അപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിൽ നിന്നത് കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, നമ്മളാരും മരിക്കുന്നില്ല, ഇത് ഒരു മായാലോകമാണ്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. അതുകൊണ്ട് ഇതിൽ ഉറച്ചു നിൽക്കും യുധിഷ്ഠിര, അങ്ങയുടെ കർത്തവ്യം ചെയ്യും. ഭഗവാൻ പറഞ്ഞു, മോക്ഷം ആഗ്രഹിക്കുന്നവർ എല്ലാ തരത്തിലുള്ള ആസക്തിയിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും പിന്തിരിയണം. ആസക്തി, ദ്വേഷം, രാഗദ്വേഷം, അത് കുറച്ച് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു. ഭൗതിക വിഷയങ്ങളോടുള്ള രാഗം, ദ്വേഷം, ഇതിൽ രണ്ടിൽ നിന്നും നമ്മൾ പിന്തിരിയണം. എന്താണ് രാഗം, എന്താണ് ദ്വേഷം? അതായത് ഒരു വസ്തുവിനോടുള്ള അമിതമായിട്ടുള്ള ആസക്തി, ഇൻറ്റൻസ് ഡിസയർ, വളരെ തീവ്രമായിട്ട് അതെനിക്ക് കിട്ടിയേ പറ്റുമെന്നും, അത് വളരെ ശക്തമാകുന്നതിനെയാണ് രാഗം എന്ന് പറയുന്നത്. ഇനി ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വസ്തു നമുക്ക് കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അതിലൂടെ നമുക്ക് കിട്ടുന്ന ദുഃഖം, അതിലൂടെ ആ വസ്തുവിനോടുള്ള താല്പര്യം ഒറ്റയടിക്ക് തീരുന്നു. പക്ഷെ അത് തീർന്നു എന്നല്ല, ഒരു ഫ്രസ്ട്രേഷൻ മോഡ്, അതിനെയാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അന്നേരം ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് ആ പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടം, എപ്പോഴും ആ കുട്ടി, ഇതിനെയാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്, രാഗം. ഇനി ആ പെൺകുട്ടി ഈ വ്യക്തിയെ വിട്ടിട്ട് വേറൊരാളുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ദ്വേഷം. മനസ്സിലായില്ലേ? ഫ്രസ്ട്രേഷൻ. അത് ഏതറ്റത്തിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അന്നേരം നമുക്ക് ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനോട്, ഏതെങ്കിലും അല്ല, ഒരുപാട് വസ്തുക്കളോട്, വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതും വസ്തുവാണ്, കാരണം ഭൗതിക ലോകത്തിലെ ആണല്ലോ. അന്നേരം നമ്മളുടെ ബന്ധുക്കളാണെങ്കിൽ ആരായാലും ശരി, അവരൊക്കെ ശരീരങ്ങളോട്, അവരുടെ ശരീരത്തെയാണ് നമ്മൾ കാണുന്നത്, ആ ശരീരത്തിനോടാണ് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അന്നേരം ആ ശരീരം, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, എന്നിട്ട് അതേ വസ്തു നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതെ ആകുമ്പോൾ, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി കിട്ടാതെ ആകുമ്പോൾ, അതൊരു വാഹനമാകാം, ഒരു മൊബൈൽ ഫോണാകാം. അതൊന്നും ആലോചിച്ചു എത്ര ഡീപ്പാണെന്ന് നോക്കണേ. അന്നേരം ഭഗവാൻ പറയുന്നു, ഇവിടെ ഭഗവാൻ പറയുകയാണ്, നമുക്ക് രാഗദ്വേഷങ്ങളിൽ നിന്നും മുക്തനാകണം. ഭൗതിക വസ്തുവകകളോടുള്ള അധികാരങ്ങൾ, പദവികളോടുള്ള, ഭൗതിക ശരീരത്തിനോടുള്ള, ആ ശരീരത്തിൻ്റെ ഉപാധികളോടുള്ള രാഗദ്വേഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകണം. അന്നേരം ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയുടെ ദുഃഖം പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങ് ഭൗതിക വസ്തുവിനെ ഓർത്താണ് കരയുന്നത്, പക്ഷെ ആത്മീയ തത്വത്തെ അങ്ങ് കാണുന്നില്ല. മരിച്ച എല്ലാവരും അവരുടെ പുതിയ ശരീരത്തിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ആരാണോ അവർക്ക് വേണ്ടി കരയുന്നത്, അവരും മരിക്കാൻ പോവുകയാണ്. അവരുടെ ഇപ്പോഴത്തെ ദുഃഖവും അവർ മരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളുടെയും പരമോന്നത ലക്ഷ്യം, കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ശരീരമല്ല, ആത്മാവാണ്, പരമാത്മാവിൻ്റെ അംശമാണ് എന്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു സാക്ഷാത്കാരം
എല്ലാ തരത്തിലുള്ള ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും, അജ്ഞാനത്താൽ ഉണ്ടാകുന്ന ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും നമ്മളെ മുക്തരാക്കുന്നു. ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് നമ്മൾ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുവകകൾ, ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, പദവി, അംഗീകാരം എല്ലാം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട അതിനോടെല്ലാം നമുക്ക് അറ്റാച്ച്മെൻറ്റ്, അതാണ് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. അന്നേരം ഈ ഒരു ദുഃഖത്തിൽ നിന്നും ഇതിൻ്റെ എല്ലാം കാരണം അജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്താണ്? ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഭഗവാനല്ല ദുഃഖിക്കുന്നത്, നമ്മൾ. അന്നേരം ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അന്നേരം ഭഗവാന് മായയില്ലല്ലോ. ഭഗവാന്റെ മായയിലാണ് നമ്മളിരിക്കുന്നത്. ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ ഇവിടെ പറയുന്നു, നമ്മുടെ ഭൗതിക കർത്തവ്യങ്ങളെല്ലാം നമ്മൾ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അതിലൂടെ ഈ ഒരു സാക്ഷാത്കാരം കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് എല്ലാവർക്കും പറയാൻ കഴിയും, അതിനെക്കുറിച്ച് പ്രസംഗിക്കാനും കഴിയും. പക്ഷേ അതിൻ്റെ സാക്ഷാത്കാരം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുവകകളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിവ് കിട്ടുന്നത്. അല്ലാതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ എല്ലാ വസ്തുവകളെയും ഭഗവാന്റെ സേവനത്തിന്, അതായത് നമ്മുടെ ഈ ശരീരമല്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ശരീരത്തെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോഴേ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. കാരണം അങ്ങനെ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഭൗതിക പ്രവൃത്തിയല്ല, അത് ആധ്യാത്മിക തലത്തിലാണ് ആ പ്രവൃത്തി. അതിലൂടെ ആധ്യാത്മിക അവബോധവും നമുക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് എല്ലാ അജ്ഞാനത്തെയും അകറ്റിക്കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അതിൽ അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങ് യജ്ഞത്തിന് വേണ്ടി തയ്യാറെടുക്കൂ. ദേവന്മാരെയും വിഷ്ണുവിനെയും സന്തോഷിപ്പിക്കൂ, ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കൂ. ഭഗവാൻ തന്നെയാണ് വിഷ്ണുവിൻ്റെ സ്രോതസ്, പക്ഷേ എന്നാലും ഇവിടെ പറയുക ഇങ്ങനെ. എന്നിട്ട് ഈ ലോകത്തെ ഭരിക്കൂ, ധർമാനുസൃതമായിട്ട്, ന്യായാനുസൃതമായിട്ട്, കാരുണ്യത്തോടു കൂടി ഈ ലോകത്തെ ഭരിക്കൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജന് സന്തോഷമായി. ധൗമ്യ ഋഷിയും മറ്റ് ഋഷിമാരും യുധിഷ്ഠിര മഹാരാജനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജ് മെല്ലെ ദുഃഖത്തെ മാറ്റി ഭഗവാനോട് നന്ദി പറഞ്ഞു. അപ്പം ഭഗവാൻ ഉടനെ പറഞ്ഞു, ഇനി എന്നാ ഞാൻ പോട്ടെ, ഞാൻ ഒരു മിനിറ്റ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഞാനും അർജുനും കുറച്ച് നാൾ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പൊയ്ക്കോട്ടെ. അന്നേരം രണ്ട് കൂട്ടുകാർക്കും കുറച്ച് സമയം, കാരണം യുദ്ധമൊക്കെ അല്ലായിരുന്നു, കുറേ ടെൻഷനും അതും ഇതൊക്കെ ആയിരുന്നു. അന്നേരം ഇനി കുറച്ച് സമയം അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ, പ്രത്യേകിച്ച് ആ മായാസഭയിൽ കുറച്ച് കാലം ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ പറഞ്ഞു. ഉടൻ തന്നെ ചോദിച്ചു, പിന്നെന്താ ഭഗവാനെ, അങ്ങ് പൊയ്ക്കോളൂ. അങ്ങനെ അതിവേഗതയിൽ തന്നെ ഭഗവാൻ രഥം തയ്യാറാക്കി. എന്നിട്ട് ഹസ്തിനപുരയിൽ നിന്നും വടക്ക് ദിശയിലേക്ക് പോവുകയാണ്. ഭഗവാൻ അർജുനനും കൃഷ്ണനും മാത്രം. അങ്ങനെ ആഴ്ചകളോളം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. അവിടെ ചെന്നപ്പോൾ ആയിരക്കണക്കിന് പ്രജകൾ അവിടെ സന്തോഷത്തോടെ ഭഗവാനെ സ്വീകരിച്ചു. എന്നിട്ട് ഭഗവാനും അർജുനും മായാസഭയിൽ അവിടെ വിശ്രമിക്കുമായിരുന്നു. എന്നിട്ട് സന്തോഷത്തോടുകൂടി ഇടയ്ക്ക് അവർ അവിടുത്തെ അടുത്തുള്ള കാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കും. എന്നിട്ട് പല പല യുദ്ധങ്ങളെക്കുറിച്ച് തമ്മി ഇങ്ങനെ ചർച്ച ചെയ്യും. അവർ ഭഗവാൻ ചെയ്ത യുദ്ധങ്ങൾ, അർജുൻ ചെയ്ത യുദ്ധങ്ങൾ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഭഗവാന് മനസ്സിലായി അർജുൻ ഒരുപാട് ദുഃഖത്തിലാണ്, മക്കൾ മരിച്ചതിൻ്റെയും കൂട്ടുകാരൻ മരിച്ചതിൻ്റെയും. അപ്പം ഭഗവാൻ അർജുനെ ആശ്വസിപ്പിച്ചു. കുറേ ആഴ്ചകൾ അങ്ങനെ ഭഗവാനും കൃഷ്ണനും അർജുനും ഒന്നിച്ചായിരുന്നു. എന്നിട്ട് ഭഗവാൻ പിന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ അർജുനോട് പറഞ്ഞു, എനിക്ക് അനുവാദം വേണം യുധിഷ്ഠിരൻ്റെ. കാരണം ഭഗവാൻ ഒരു ടെൻഷൻ, ഞാൻ ചോദിച്ചിട്ട് ഇനി സമ്മതിച്ചില്ലെങ്കിൽ അഖില കോടി ബ്രഹ്മാണ്ട നായകൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഭഗവാന് ഭക്തനോട് ചോദിക്കാൻ ഒരു ചമ്മലാണുള്ളത്.
ഹരേ കൃഷ്ണ. കാരണം യുധിഷ്ഠിരനെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനോട് പറയാം, നീ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുക, എനിക്ക് പോകണം ഇവിടുന്ന്. എന്നിട്ട് ഭഗവാൻ അർജുനോട് എന്താ പറയുന്നറിയാം, അങ്ങയുടെ ജ്യേഷ്ഠനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. എൻ്റെ പ്രാണൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഭഗവാൻ യുധിഷ്ഠിരനെ യുധിഷ്ഠിരന്മാരെ എന്തുമാത്രം സ്നേഹിക്കുന്നു നോക്കണേ. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ അച്ഛനായ വസുദേവരെ കാണണം. ആൾ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മറ്റു ബന്ധുക്കളെയും കാണണം. ഇനിയിപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ പർവ്വതങ്ങളും, എല്ലാ എന്താ പറയുക, രത്നങ്ങളും നിറഞ്ഞ പാറകളും പർവ്വതങ്ങളും സമുദ്രവും എല്ലാം യുധിഷ്ഠിരൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കർത്തവ്യങ്ങളിലേക്ക് തിരിയാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് യുധിഷ്ഠിരൻ്റെ മഹാരാജൻ്റെ അടുത്ത് പോകാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ അർജുനാകെ വിഷമിച്ച്, അർജുൻ ദുഃഖത്തിലായി. പക്ഷെ അർജുൻ അറിയാമായിരുന്നു സമയമായി, ഭഗവാൻ പോകണ്ടേ. കാരണം യുദ്ധം തുടങ്ങിയത് പിന്നെ എത്രയോ നാളുകളായി ഭഗവാൻ യാദവരെ ആരെയും കാണാൻ പോയിട്ടില്ല. പിന്നെ അഭിമന്യുവിനെ ഓർത്ത് അവർ വിഷമിക്കുന്നതായിരിക്കും. പിന്നെ ഭഗവാനെ കാണാത്തതിൻ്റെ വിഷമം കാണും. പക്ഷേ മനസ്സില്ലാ മനസ്സോടുകൂടി അർജുൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ അവർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനോട് അർജുൻ പറയാം, മാധവ, അങ്ങയുടെ നിർദ്ദേശങ്ങളിലൂടെ എനിക്ക് അറിയാം അങ്ങ് ആരാണെന്ന്. അങ്ങ് അന്ന് നൽകിയ നിർദ്ദേശങ്ങൾ, യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് നൽകിയ നിർദ്ദേശങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി അങ്ങ് ആരാണെന്ന്. പക്ഷേ എനിക്ക് എത്ര അത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് വിഭ്രാന്തിയാവുകയാണ്. പിന്നെ അങ്ങ് ഇപ്പോൾ എന്നെ വിട്ടു പോവുകയാണ്. അതുകൊണ്ട് അങ്ങേക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു അറിവ് എനിക്ക് വീണ്ടും ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, നീ വളരെ ചഞ്ചല ഹൃദയനാണല്ലോ ഇത് അർജുന, പാണ്ഡുപുത്ര. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ രഹസ്യമാണ്, ദേവന്മാർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല നീ അതൊക്കെ മറന്നു എന്ന് കേട്ടതിൽ. നീ മറന്നു എന്ന് നീ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല എനിക്കത് വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിയുമെന്ന്. പക്ഷേ പുരാണങ്ങളിൽ നിന്നും വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. നിൻ്റെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എന്നിട്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പാർത്ഥ. ഇതിലൂടെ നീ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവുന്നുള്ളൂ. അങ്ങനെ ദാരുകൻ ഹസ്തിനപുരിയിലേക്ക് രഥം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പുരാണങ്ങളിൽ നിന്നും ഒരു ചരിതം പറയാം. അന്നേരം ഭഗവാനോടുള്ള പ്രേമത്തിൽ അർജുൻ ഭഗവാന്റെ ആ വാക്കുകൾ മഗ്നനായിട്ടിരിക്കുകയാണ്. രഥം അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. പല പല ഗ്രാമങ്ങൾ പിന്നിട്ടു, പല പല കൃഷിസ്ഥലങ്ങളും അതെല്ലാം പിന്നിട്ടു. അങ്ങനെ ഒരു ദിവസത്തെ യാത്ര തീർന്നപ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളും തീർന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നീ ജീവിക്കണമെന്ന്. നീ എപ്പോഴും ഓർക്കുക, നീ ആത്മാവാണ്. എന്നിട്ട് ആ പരമാത്മാവിന് വേണ്ടി സേവനം ചെയ്യുന്ന രീതിയിൽ നീ എൻ്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുക. അതിലൂടെ നീ വീണ്ടും മായയിൽ ഒരിക്കലും വീഴത്തില്ലെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അർജുൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരമാത്മാവെന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. എനിക്ക് പരമാത്മാവിനെ ഒന്നും ഓർക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങേ ഓർക്കാനേ അറിയൂ, അങ്ങേ മറക്കാനേ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പരമപദപ്രാപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ സ്മരിക്കുക എന്നതാണ്. എന്നിട്ട് അർജുൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആരാണെന്ന് അറിയാം ഗോവിന്ദ. എനിക്കൊരിക്കലും അങ്ങയുടെ മഹത്വത്തെ പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. ഞാൻ 1000 നാവ് കൊണ്ട് 1000 വർഷങ്ങളോളം പറഞ്ഞാലും അങ്ങയുടെ
അങ്ങയുടെ ഐശ്വര്യം എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഒരേ ഒരു നാഥനാണ്. അന്നേരം ഇതിൻ്റെ അർത്ഥം അറിയാമല്ലോ, അർജുൻ്റെ എല്ലാം അറിയാം. ഗീത പറയിപ്പിച്ച ആളെ കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിർത്താനായിരിക്കും അർജുൻ്റെ പ്ലാൻ. എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുമ്പോഴും ഭഗവാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥത്തിലല്ല ശ്രദ്ധിക്കുന്നത്. അർജുൻ ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം എന്നിട്ട് പറഞ്ഞു, അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ. പല വ്യക്തികളും അങ്ങേ പല രീതിയിൽ കാണുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ലഭിച്ചതെല്ലാം അങ്ങയുടെ കാരുണ്യത്താലാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ അർജുനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഭഗവാനോട് അർജുൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അനുവാദം നേടിയെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അർജുൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു അങ്ങ് ഇവിടെ നിന്ന് പോകുന്നു കേട്ടപ്പോൾ. പിന്നെ അങ്ങേക്ക് അങ്ങയുടേതായിട്ടുള്ള കുടുംബം ഉണ്ടല്ലോ, ഇത്രയും നാൾ അങ്ങ് നമ്മുടെ കൂട്ടത്തിൽ നിന്നു, അതിനെങ്ങനെ നന്ദി പറയുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഹസ്തിനപുരിയിലേക്ക് രഥം കയറി ഒരുപാട് പ്രജകൾ ഭഗവാനെ അർജുനെയും രഥത്തിൽ സന്തോഷത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാനും അർജുനും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും കൈപൊക്കി കാണിച്ചു. അവരുടെ ബഹുമാന സൂചകമായിട്ടുള്ള ഓരോ വസ്തുവകളെയൊക്കെ സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് കയറി യുധിഷ്ഠിര മഹാരാജൻ്റെ അടുത്തേക്ക് എത്തി, കാലുതൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെ മുമ്പിലും ഭഗവാൻ നമസ്കരിച്ചു. ഒന്ന് ആലോചിച്ചു, ഇത്രയൊക്കെ ശപിച്ചിട്ടും ഭഗവാൻ ഒരു വിരോധമില്ല. എന്നിട്ട് ധൃതരാഷ്ട്രൻ, എന്നിട്ട് നോക്കണേ, ഇത്രയൊക്കെ ആയിട്ടും ധൃതരാഷ്ട്രൻ ഗാന്ധാരിയും ക്ഷമിക്കണം, ഒരു നാണമില്ലാതെ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ള. അവർ വിചാരിക്കണ്ടേ ഇനിയെങ്കിലും ഇവർക്കൊരു സമാധാനം കൊടുക്കണ്ടേ? ഇവരുടെ മക്കളും പോയല്ലേ, ഇനി കൊണ്ട് വിതുരർ വരും, വിതുരർ വന്നിട്ട് കണക്കായിട്ട് കൊടുക്കുമല്ലോ. ഹരേ കൃഷ്ണ, ഇനിയെങ്കിലും ഇവർക്കൊരു സമാധാനം കൊടുത്തൂടെ അല്ലേ? അന്നേരം ഇപ്പോഴും ധൃതരാഷ്ട്രം തന്നെയാണ് ഭരിക്കുന്നത്. ധൃതരാഷ്ട്രം പറയുന്നതിനപ്പുറം യുധിഷ്ഠിര മഹാരാജും ഒന്നും ചെയ്യത്തില്ല. ഹരേ കൃഷ്ണ. അങ്ങനെ ഔപചാരികപരമായിട്ടുള്ള എല്ലാ നമസ്കാരങ്ങളും കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണനും അർജുനും യുധിഷ്ഠിരൻ്റെ മുമ്പിൽ ഇരുന്നു. എന്നിട്ട് തൊട്ടടുത്തായിട്ട് സേവകർ ചാമരം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും യുധിഷ്ഠിരനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ പറയണമെന്നുണ്ടല്ലോ എന്നോട്, പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അത് എന്തായാലും പൂർത്തീകരിക്കപ്പെടും, ഒട്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം. യുധിഷ്ഠിര അല്ലാതെ സമ്മതിക്കത്തില്ലേ? അർജുൻ ചിരിച്ചിട്ട് പറഞ്ഞു, വൃഷ്ണി നായകൻ, യദുകുല നായകൻ കേശവൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും ബന്ധുക്കളെയും കാണാൻ ആഗ്രഹിക്കുന്നത് അറിയില്ല. അത് അങ്ങേക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കണം, അദ്ദേഹത്തിന് അനുവാദം നൽകണം. അദ്ദേഹത്തിൻ്റെ ദ്വാരകയുടെ കാര്യം അദ്ദേഹത്തിന് നോക്കണ്ടേ? ഉടൻ തന്നെ യുധിഷ്ഠിരനും ബാക്കി സഹോദരങ്ങളും ഭഗവാനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. എത്രയോ മാസങ്ങളായിട്ട് ഭഗവാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ പറയുന്നു, പാണ്ഡവർ വനവാസത്തെക്കുറിച്ച് അവർ വനവാസത്തിൽ നിന്ന് തിരിച്ചെത്തി എന്ന് കേട്ട ആ സമയം മുതൽ ഭഗവാൻ ദ്വാരക വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഈ ലോകത്തിൻ്റെ ഭരണാധികാരികളായിട്ട് ഇരുത്തുന്നത് വരെ ഭഗവാൻ വിട്ടില്ലെന്നുള്ളത്. എല്ലാ പാണ്ഡവർക്കും അറിയായിരുന്നു, ഭഗവാൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർക്ക് ജയിക്കാൻ കഴിയില്ലെന്ന്. അപ്പം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. ദുര്യോധൻ്റെ എല്ലാവരെയും കീഴ്പ്പെടുത്തി. ഇപ്പോൾ ശത്രുക്കളും എതിരാളികളും ഇല്ലാത്ത ഭരണാധികാരികളായിട്ട് മാറിയിരിക്കുകയാണ് പാണ്ഡവർ. വനവാസത്തിന് മുമ്പേ അവരേതവസ്ഥയിലായിരുന്നോ അതിനേക്കാട്ടിയും ശക്തമായിരിക്കുകയാണ് പാണ്ഡവർ ഇപ്പം. കാരണം ഹസ്തിനപുരിയും ഇന്ദ്രപ്രസ്ഥവും രണ്ടും ഇവരുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു ഹസ്തിനപുരി, ഇന്ദ്രപ്രസ്ഥം. അത് രണ്ടും ഇപ്പം ഇവരുടെ കീഴിലാണ്. പക്ഷേ ഈ ഒരു ശക്തിയിലും ഐശ്വര്യത്തിലും പാണ്ഡവർക്ക് ഒട്ടും താല്പര്യമില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സാന്നിധ്യമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഭഗവാന്റെ സ്നേഹം അതായിരുന്നു ഈ ഭൂമിയുടെ ഭരണാധികാരിയാകുന്നതിനെക്കാട്ടിയും വലുത്. യുധിഷ്ഠിരൻ ഈ ഒരു സിംഹാസനം സ്വീകരിച്ചതും യുദ്ധം ചെയ്തതും കൗരവർക്കെതിരെ യുദ്ധം ചെയ്തതും എല്ലാം ഭഗവാന്റെ ആഗ്രഹമാണെന്നത് മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, കമൽ നയൻ, താമരക്കണ്ണ, മാധവ, ഞാൻ അങ്ങേ പോകാൻ അനുവദിക്കുന്നു. അങ്ങയുടെ ബന്ധുക്കളെല്ലാം കാണൂ. നമ്മുടെ പ്രിയപ്പെട്ട അമ്മാവൻ വസുദേവരെയും ദേവകി അമ്മയും കാണൂ. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാം. അവർക്ക് എൻ്റെ ആദരവ് ബഹുമാനത്തോടു കൂടിയുള്ള നമസ്കാരം നൽകണം. ബലരാമസ്വാമിക്കും, ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ബലരാമസ്വാമിക്കും നമ്മുടെ നമസ്കാരങ്ങൾ കൊടുക്കണം. നമ്മളെക്കുറിച്ച് എന്നും ഓർക്കണം. എന്നിട്ട് അങ്ങേക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ അശ്വമേധ യജ്ഞം ചെയ്യുമ്പോൾ അങ്ങ് വരണം. നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാം അങ്ങയുടെ കാരുണ്യത്താൽ മാത്രമാണ്. യുധിഷ്ഠിര മഹാരാജ് ഉടൻ തന്നെ ദൂതന്മാരെ അയച്ചു ദ്വാരകയിലേക്ക്. ഭഗവാൻ ഉടനെ എത്തുമെന്ന്. എന്നിട്ട് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുത്തു. ഭഗവാന് ഒരു കുന്നുകണക്കിന് രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും കൊടുക്കാൻ പറഞ്ഞു. അതെല്ലാം ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ്, അങ്ങ് ഈ ഭൂമിയുടെ ഭരണാധികാരിയാണ്. എന്തൊക്കെയാണോ എൻ്റേത് എന്നിട്ട് ഭഗവാൻ ഇതെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, യുധിഷ്ഠിര മഹാരാജ്, അങ്ങ് ഈ ഭൂമിയുടെ ഭരണാധികാരിയാണ്. എന്തൊക്കെയാണോ എൻ്റേത് അത് അങ്ങയുടേതാണ്. അത് വെച്ച് അങ്ങേക്ക് എന്തും ചെയ്യാം. ഞാനിപ്പോൾ പോവുകയാണ്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ അശ്വമേധ യജ്ഞത്തിൻ്റെ ആ സമയത്ത് ഞാൻ തിരിച്ചു വരുന്നതാണ് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ തിരിക്കാൻ തീരുമാനിക്കുകയാണ്. സൂര്യൻ ഉദിക്കാറായപ്പം തന്നെ ഭഗവാൻ എഴുന്നേറ്റു. ഉദിക്കുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് ആ സഭയിൽ നിന്നും ഭഗവാൻ അർജുനോടൊപ്പം സാത്വികയോടൊപ്പം പോവുകയാണ്. തൊട്ടുപുറകിലായിട്ട് യുധിഷ്ഠിര മഹാരാജും മറ്റു പാണ്ഡവരും എല്ലാം പിന്തുടരുകയാണ്. അങ്ങനെ സൂര്യോദയത്തിന് ശേഷം ഭഗവാൻ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്, ക്ഷമിക്കണം. അതായത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഭഗവാൻ അവിടുന്ന് തീരുമാനിക്കുകയാണ് അടുത്ത ദിവസം പോകാനായിട്ട്. എന്നിട്ട് അർജുനും സാത്വികയോടൊത്ത് അവിടുന്ന് പോവുകയാണ്. തൊട്ടുപുറകെ യുധിഷ്ഠിരനും പാണ്ഡവരും പോവുകയാണ്. രഥത്തിൽ കയറി. എന്നിട്ട് സാത്വികയും ഭഗവാനും അർജുനും കൂടെ അന്നത്തെ ദിവസം അർജുൻ്റെ കൊട്ടാരത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം ഭഗവാൻ തിരിക്കാൻ തീരുമാനിക്കുകയാണ്. ഭഗവാന്റെ രഥത്തിൽ കയറി. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അവസാനമായിട്ട് വിട പറയാനായിട്ട്. ഭഗവാൻ തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ കുന്തി ദേവിയും മറ്റ് കൗരവ പത്നിമാരും എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി അവിടെ എത്തുകയാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മനസ്സാൽ ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഭഗവാന്റെ പാദത്തിൽ. ഭഗവാൻ എത്രയോ പ്രാവശ്യം, കുന്തി ദേവി ഇത് ചിന്തിക്കുകയാണ്, എത്ര പ്രാവശ്യമാണ് ഭഗവാൻ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ രക്ഷിച്ചത്. കുന്തി ദേവി കൈകൂപ്പി ഭഗവാന്റെ രഥത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് സ്തുതിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള ഒന്നും അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് എല്ലാത്തിൻ്റെ ഉള്ളിലും പുറത്തുമുണ്ട്. എന്നാലും എല്ലാവർക്കും അങ്ങയെ കാണാൻ കഴിയില്ല. മൂഢരായിട്ടുള്ള വ്യക്തികൾക്ക്
അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങേ പരമാത്മാവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങ് അധോക്ഷജനാണ്. ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അങ്ങയെ തിരിച്ചറിയാൻ കഴിയില്ല. കാമത്തിൽ നിന്നും ആർത്തി, അത്യാഗ്രഹം, ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നവർക്ക് മാത്രമേ അങ്ങയെ സമീപിക്കാൻ കഴിയൂ, അങ്ങയെ അറിയാൻ കഴിയൂ. കാരണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങ് എപ്പോഴും അങ്ങയുടെ മായാശക്തിയാൽ മൂടിക്കിടക്കും. അവർക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്നാലും അങ്ങയെ സ്നേഹത്തോടെ സമീപിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ അങ്ങ് അവരുടെ ഹൃദയത്തിനനുസരിച്ച് അങ്ങ് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൂടാതെ അവരെ എല്ലാ മായാമോഹനത്തിൽ നിന്ന് മുക്തരാക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് കുന്തിദേവി ഭഗവാനെ കുറേ നേരം ഇങ്ങനെ സ്തുതിച്ചു. എത്രയോ പ്രാവശ്യം മക്കളും അവരുടെ കുന്തിദേവിയുടെ മക്കളൊക്കെ ആപത്തിലായിരുന്നു. അതിൽ നിന്നെല്ലാം ഭഗവാൻ രക്ഷിച്ച കാര്യമൊക്കെ കുന്തിദേവി പറയാണ്. ദേവിയുടെ ശബ്ദം ഇങ്ങനെ ഇടറിക്കൊണ്ടേയിരുന്നു. ഗോവിന്ദ, ഈ ഒരു ആപത്തുകളെല്ലാം വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഇനിയും വരട്ടെ. കാരണം ആ ഓരോ ആപത്തുകൾ വരുമ്പോഴെല്ലാം അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങേ കാണുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങ് അടുത്തില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആപത്ത്. കാരണം അങ്ങടുത്തുള്ളപ്പോൾ നമ്മൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തരാകുന്നു. മക്കളെല്ലാം വനവാസത്തിലായിരുന്നപ്പോൾ കുന്തിദേവി ഉപവാസത്തിലായിരുന്നു. അതുകൂടാതെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു മഹതിയായിരുന്നു കുന്തിദേവി. അതുകൊണ്ട് കുന്തിദേവിക്ക് നന്നായിട്ട് അറിയായിരുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിതരാകുക എന്നതാണ്. ഈ ജീവിതത്തിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാൻ കുന്തിദേവിയെ സഹായിച്ചു. കുന്തിദേവി ചിന്തിക്കുകയാണ്, ഈ ആപത്തുകളും ബുദ്ധിമുട്ടുകളും എല്ലാം വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിലൂടെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുവകളിൽ നിന്നും ഒരു വിരക്തിയിലേക്ക് കുന്തിദേവി എത്തിയിരുന്നു. എന്നിട്ട് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ മക്കളോടും ബന്ധുക്കളോടും ഇപ്പോഴും ഒരു ആസക്തിയുണ്ട്, അതും എന്നിൽ നിന്ന് അകറ്റണമേ. കാരണം കുന്തിദേവിക്ക് അറിയായിരുന്നു മോക്ഷപ്രാപ്തിക്കായിട്ട് എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം ആളായിട്ട് കാണണം. സ്വന്തം ബന്ധുക്കളെ മാത്രമല്ല, സ്വന്തം ബന്ധുക്കളെ പോലും ആത്മാക്കളായിട്ട് കാണാൻ പഠിക്കണം. യഥാർത്ഥ അറിവ് ലഭിച്ചൊരു വ്യക്തി എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. കാരണം ഭഗവാന്റെ അംശമായിട്ട് അവർ കാണുന്നു. ശാരീരിക ഉപാധികൾ അതെല്ലാം താൽക്കാലികമാണ്, നിരർത്ഥകമാണ്. ഇതൊക്കെ കുന്തിദേവി പറയുകയാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചെല്ലാം വർണ്ണിച്ചിട്ട് കുന്തിദേവി സ്തുതി അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു, മധുസൂദന, ഗംഗാദേവി എങ്ങനെയാണോ എത്രയൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിനെല്ലാം മറികടന്ന് ഗംഗാദേവി എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് പോകുന്നത്, അതേപോലെ എൻ്റെ എല്ലാ ആകർഷണവും, എൻ്റെ എല്ലാ ബോധവും, എൻ്റെ എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ പൂർണ്ണമായിട്ടും അങ്ങയിലേക്ക് ഒഴുകിയെത്തണമേ. അങ്ങ് മാത്രമാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഒരേ ഒരു ആശ്രയം. പിന്നെ എന്താണ് അങ്ങ് നമ്മളിങ്ങനെ വിട്ടുപോകുന്നത്? നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങയെ ആശ്രയിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങല്ലാതെ നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇത്രയും രാജാക്കന്മാർ നമ്മുടെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെ കുന്തിദേവി പറയാം. എന്നാൽ അതൊന്നും അല്ല പ്രശ്നം. കുന്തിദേവിക്ക് ഭഗവാനെ വിടാൻ താല്പര്യമില്ല. കാരണം കുന്തിദേവിക്ക് പിന്നെ അറിയാം. കാരണം എത്രയും രാജാക്കന്മാരെ കീഴടക്കിയെങ്കിലും അവരുടെ മക്കളോ അനുയായികളോ ആരെങ്കിലുമൊക്കെ വരും. അവരെ ഏതെങ്കിലും രീതിയിൽ കാരണം ഒരുപാട് രാജാക്കന്മാർ ഇതിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അന്നേരം അവരുടെ രാജ്യത്തിലുള്ള എല്ലാ യോദ്ധാക്കളെയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് അവരുടെ മക്കളും സഹോദരങ്ങളും എല്ലാവരും ഇവിടെ ഭരിക്കുന്നുണ്ടായിരിക്കാം.
അതുകൊണ്ട് ഇപ്പോഴും കുറേ ഭരണാധികാരികളുണ്ട്, അവർ പാണ്ഡവരുമായിട്ട് എതിരാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കുന്തിദേവി പുറമേ പറയുന്ന കാരണങ്ങളാണ്. എന്നിട്ട് ഭഗവാനെ തന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒരു ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നതോടുകൂടി ആ വ്യക്തിയുടെ പേരും യശസ്സും എല്ലാം നഷ്ടപ്പെടുന്നു. അതേപോലെ അങ്ങ് ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കീർത്തിയും യശസ്സും എല്ലാം നഷ്ടപ്പെടും. കാരണം അങ്ങാണ് അങ്ങാണ് യോഗേശ്വരൻ, അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗുരു, അങ്ങാണ് പരമദിവ്യോത്തമ പുരുഷൻ, അങ്ങേക്ക് ഞാൻ എല്ലാ നമസ്കാരങ്ങളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ കൈ ഉയർത്തി ആ രത്നങ്ങളുള്ള മോതിരമൊക്കെ ധരിച്ച ഭഗവാന്റെ ചന്ദനം കൊണ്ട് അലങ്കരിച്ച ഭഗവാന്റെ കൈ കൊണ്ട് കുന്തിദേവിയെ അനുഗ്രഹിക്കുകയാണ്. ഭഗവാന്റെ ആ സൗന്ദര്യം, ഭഗവാന്റെ ആ നോട്ടത്തിലൂടെ എല്ലാവരെയും ആനന്ദിപ്പിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, കുന്തിദേവി, ദേവി എങ്ങനെയാണോ എന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ ഞാനും ദേവിയെയും അമ്മയുടെ മക്കളെയും ഓർത്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഭഗവാൻ പോകാൻ തീരുമാനിക്കുകയാണ്. സാത്വിക അപ്പോഴത്തേക്ക് രഥത്തിൽ കയറി, എന്നിട്ട് യുധിഷ്ഠിരൻ്റെ സൈന്യവും പിന്തുടരുകയാണ്. നഗരത്തിൽ നിന്ന് കുറേ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ അവർ കൂട്ടത്തിൽ പോവുകയാണ്. യുധിഷ്ഠിരനും മറ്റ് സഹോദരങ്ങളെല്ലാം ഭഗവാന്റെ രഥത്തിൽ തന്നെ കയറി. എന്നിട്ട് അവരെല്ലാം ഭഗവാൻ കെട്ടിപ്പിടിച്ചു. മറ്റ് നഗരത്തിലുള്ള സ്ത്രീജനങ്ങളെല്ലാവരും അവരവരുടെ കൊട്ടാരത്തിൻ്റെ തന്നെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഭഗവാന്റെ മേളിൽ പുഷ്പവൃഷ്ടി എറിഞ്ഞു. എന്നിട്ട് നഗരവീതിയിൽ എല്ലാവരും ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഭഗവാനോട് വിട പറഞ്ഞതിന് ശേഷം രഥത്തിൽ നിന്ന് പാണ്ഡവർ ഇറങ്ങുകയാണ്. എന്നിട്ട് ദാരുകൻ കുതിരകളെ മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെ രഥം അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ രഥം കാണാതാകുന്നത് വരെ അവരവിടെ തന്നെ നിന്നു എന്നുള്ളതാണ്. രഥം ആയപ്പോഴാണ് അവർ പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞത്. ഭഗവാൻ രഥത്തിൽ ഒറ്റയ്ക്കായിരുന്നു. ദാരുകൻ രഥത്തെ അതിവേഗതയിൽ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചു. അങ്ങനെ കാറ്റിൻ്റെ വേഗതയിൽ രഥം ഓടാൻ ആരംഭിച്ചു. കുളങ്ങളും നദികളും കാടുകളും കുന്നുകളും എല്ലാം താണ്ടി പല പല നഗരങ്ങളിലൂടെയും താണ്ടി അവസാനം ദ്വാരകയിലേക്ക് എത്തുകയാണ്. ദ്വാരകയിലേക്ക് എത്തിയപ്പോൾ ഭഗവാന്റെ പാഞ്ചജന്യം അങ്ങോട്ട് എടുത്തു നോതി. ഭഗവാന്റെ സേവകരത് കേട്ടു. ഉടൻ തന്നെ സന്തോഷത്തോടുകൂടി ദ്വാരകയുടെ കവാടം തുറന്നു. അവർ ഉടനെ അറിയിച്ചു, ഭഗവാൻ എത്തി. ഉടൻ തന്നെ ദ്വാരകാവാസികളെല്ലാം ഓടി വന്നു. എത്രയോ നാളുകൾക്ക് ശേഷം ഭഗവാൻ വന്നു എന്നറിഞ്ഞിട്ട് അവർക്ക് എന്തോ വർഷങ്ങളായിട്ട് ഉറങ്ങിക്കിടന്നിട്ട് ഉണരുന്നത് പോലെ. ആ സേവകർക്കെല്ലാം പശുക്കളും രത്നങ്ങളും ഭഗവാൻ ദാനമായിട്ട് കൊടുത്തു. എന്നിട്ട് അവരെല്ലാം അതിലൊന്നും താല്പര്യം കാണിക്കില്ല. അവർ സന്തോഷം കൊണ്ട് വലിയ ഈ ചെണ്ടകളും മദ്ദളങ്ങളും ഒക്കെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ദ്വാരക മൊത്തം. എന്നിട്ട് ഭഗവാന്റെ രഥം മെല്ലെ ഇങ്ങനെ ദ്വാരകയുടെ ഉൾവഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും കൈപൊക്കി ഭഗവാനെ ഇങ്ങനെ കൈ കാണിക്കുകയാണ് എല്ലാവരും. എന്നിട്ട് എല്ലാവരുടെ കൈകളിലും വാഴയുടെ തണ്ട്, മാവില, വാഴയില ഇതെല്ലാം ശുഭചിഹ്നങ്ങളായിട്ട് ഭഗവാനെ കാണിക്കുകയാണ്. ഓരോ വീടുകളിലും കലശം വെച്ചിട്ടുണ്ട്, ഒരു കൊട്ടയിൽ പഴവർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട്, കരിമ്പ് വെച്ചിട്ടുണ്ട്, പാലിൻ്റെ ഒരു കുടം വെച്ചിട്ടുണ്ട്. ശുഭചിഹ്നങ്ങളാണിതൊക്കെ. എല്ലാവരും ഓർത്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട്
എല്ലാ വീടുകളിലും സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ സുഗന്ധം എല്ലാ ദിശയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വീടുകളിലും ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അന്നേരം ഭഗവാന്റെ ദ്വാരകയുടെ ഐശ്വര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഴവർഗ്ഗങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനങ്ങൾ. ദ്വാരകയാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. നമുക്കും ദ്വാരകയിലേക്ക് പോകാം. അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങൾ, അവിടെയെല്ലാം അരയന്നങ്ങൾ കളിച്ചു നടക്കുന്നു. ഒരുപാട് ചുമന്നതും നീല താമരകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ സ്വർണ്ണ കവാടങ്ങൾ, അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച, പിന്നെ വെളുത്ത പല പല മന്ദിരങ്ങൾ, നല്ല മാർബിൾ കൊണ്ടുള്ള മന്ദിരങ്ങൾ. പിന്നെ ഒരുപാട് ബ്രാഹ്മണർ ഭഗവാനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവരുടെ സ്തുതികളെല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവരെല്ലാം രോമാഞ്ചം കൊണ്ട് ഭഗവാനോട് പറയുക, സർവശക്തനായ ഭഗവാനെ, ദേവന്മാർ പോലും അങ്ങയെ പൂജിക്കുന്നു. അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രധാന ലക്ഷ്യം. എല്ലാ അതീന്ദ്രിയവാദികൾക്കും അങ്ങാണ് നമ്മുടെ എല്ലാവരുടെയും സംരക്ഷകൻ. അങ്ങയാണ് നമ്മുടെ വഴികാട്ടി. അങ്ങാണ് നമ്മുടെ ആരാധ്യ ഭഗവാൻ. ഭാഗ്യം കൊണ്ടാണ് അങ്ങയെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത്. കാരണം ദേവലോകവാസികൾക്ക് പോലും അങ്ങ് അപൂർവമായിട്ട് ദർശനം കൊടുക്കാറുള്ളൂ. എന്നിട്ട് ബ്രാഹ്മണരെല്ലാം പറഞ്ഞു, ഇനി ദയവ് ചെയ്ത് അങ്ങ് ദ്വാരക വിട്ട് പോരുത്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ കുറച്ച് മാസങ്ങളാണെങ്കിൽ പോലും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഭഗവാൻ ആ സ്തുതികളെല്ലാം കേട്ടു. എന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടി കൃപാകടാക്ഷം ചൊരിഞ്ഞു എല്ലാവരോടും. അങ്ങനെ രഥം മുന്നോട്ട് പോയി. എന്നിട്ട് ഒരുപാട് മല്ലന്മാരൊക്കെ, ഭഗവാന്റെ അംഗരക്ഷകന്മാർ, അവർ വഴി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനെ ആൾക്കാരെ ഇരുവശത്തും ആക്കുന്നു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയ ഘോഷയാത്ര, ആനകളുടെയും രഥങ്ങളുടെയും പ്രജകളും നടക്കുന്നു. ഭഗവാന്റെ രഥം മുന്നോട്ട് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ഇത്രയും ഘോഷയാത്രയോടുകൂടി വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് എത്തി. എന്നിട്ട് അവിടെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ ഒരുപാട് പല നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ച വസ്ത്രം ധരിച്ച പല പല നർത്തകന്മാരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല ഭഗവാന്റെ വീരസാഹസ കൃത്യങ്ങളെ അനുകരിക്കുന്ന രീതിയിലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചു. പല പല പാട്ടുകാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. പല പല വാദ്യോപകരണങ്ങൾ വായിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ ഭയങ്കര സന്തോഷിച്ചു. എന്നിട്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരെയും കണ്ടു. എന്നിട്ട് എല്ലാവരെയും അവരർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനവും സ്നേഹവും നൽകി. ചിലവരെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചിലവർക്ക് അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് ചിലവർക്ക് കൈ കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. കയറിയപ്പോൾ ആദ്യം അമ്മ ദേവകിയാണ് ഭഗവാനെ കണ്ടത്. എന്നിട്ട് ഭഗവാന്റെ ശിരസ് അമ്മയുടെ പാദത്തിൽ വെച്ചു. അമ്മ കെട്ടിപ്പിടിച്ചു ഭഗവാനെ. എന്നിട്ട് ഭഗവാനെ മടിയിൽ പിടിച്ചിരുത്തി. എന്നിട്ട് ഭഗവാന്റെ തലയൊക്കെ ഇങ്ങനെ തടവി. എന്നിട്ട് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. എന്നിട്ട് ഭഗവാനെ ബാക്കിയുള്ള മുതിർന്ന അവിടെയുള്ള നാരീജനങ്ങളെല്ലാവരും ഭഗവാനെ അനുഗ്രഹിച്ചു. അവരെല്ലാം അമ്മമാരുടെ സ്ഥാനത്തായിരുന്നു. അതിനുശേഷം വസുദേവരെ കാണുകയാണ്. അച്ഛൻ്റെ പാദത്തിൽ ശിരസ് നമിച്ചു. എന്നിട്ട് അച്ഛനും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അടുത്തായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. എന്നിട്ട് ഹസ്തിനപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുകയാണ്. കാരണം യുദ്ധത്തെക്കുറിച്ചൊന്നും വസുദേവർ കേട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഭഗവാനോട് എല്ലാം വിശദീകരിച്ച് പറയാൻ പറഞ്ഞു. അന്നേരം ഇവിടെ നിന്ന് പോയതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നൊക്കെ ബാക്കിയുള്ള വൃഷ്ണി യോദ്ധാക്കളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വസുദേവരും ശ്രദ്ധിച്ച് ഭഗവാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ മനഃപൂർവ്വം അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്ന്. അങ്ങനെ ഭഗവാൻ പറഞ്ഞത് നിർത്തിയപ്പോൾ
സുഭദ്രാദേവി അച്ഛൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഓടി വന്ന ദേവി പറഞ്ഞു, കൃഷ്ണ, അച്ഛനോട് എന്തുകൊണ്ട് എൻ്റെ മകൻ മരിച്ച കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ദേവി ബോധം കെട്ട ഉടങ്ങി വീഴുകയാണ്. ഇത് കേട്ടുടൻ തന്നെ വസുദേവരും വീണു. ഇതൊന്ന് ആലോചിച്ചു, എത്രമാത്രം അഭിമന്യുവിനെ യാദവർ സ്നേഹിച്ചിരുന്നു നോക്കുന്നു. കാരണം കുട്ടിക്കാലം മുതലേ ദ്വാരകയിലാണ് അഭിമന്യു വളർന്നത്. കാരണം വനവാസ സമയത്ത് അഭിമന്യു അവിടെയായിരുന്നു. ഭഗവാൻ വസുദേവരെയും സുഭദ്രാദേവി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അച്ഛ, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾക്ക് ദുഃഖം തരുന്ന കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്? നിങ്ങൾ മനസ്സിലാക്കണം, ആ വീരാഭിമന്യു യുദ്ധത്തിൻ്റെ നടുവിൽ മരിച്ചു. അസംഖ്യം യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്ത് ഒരിക്കലും പിന്തിരിയാത്ത എൻ്റെ അഭിമന്യു പ്രാണൻ വെടിഞ്ഞു. കാലശക്തിയുടെ പ്രഭാവത്താൽ മാത്രമാണ് അഭിമന്യു വീണത്. അല്ലെങ്കിൽ ആർക്കും അവനെ തൊടാൻ പോലും ഒരു കഴിവില്ല. ഇപ്പോൾ ഉപരി ലോകങ്ങളിലേക്ക് അഭിമന്യു എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ദുഃഖമെല്ലാം അകറ്റുമോ? അഭിമന്യുവിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. എന്നിട്ട് ഉചിതമായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഭഗവാൻ ബലരാമസ്വാമി, ബ്രാഹ്മണർ എല്ലാവരും കൂടെ ചേർന്ന് ഭഗവാൻ സ്വയമാണ് അഭിമന്യുവിന് വേണ്ടി ശ്രാദ്ധകർമ്മം ചെയ്യുന്നത്. എത്ര വലിയ ഭാഗ്യശാലിയാണ് അഭിമന്യു, നോക്കണേ. എന്നിട്ട് അഭിമന്യുവിന് വേണ്ടി കോടാനുകോടി ബ്രാഹ്മണർക്ക് ഭഗവാൻ ദാനധർമ്മങ്ങൾ ചെയ്തു. കുന്നുകണക്കിന് സ്വർണ്ണരത്നങ്ങൾ ദാനമായിട്ട് നൽകി. കോടിക്കണക്കിന് പശുക്കളെ ദാനമായിട്ട് നൽകി. ഒരുപാട് വൃഷ്ണികൾ ഉഗ്രസേന മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ അവർ പങ്കെടുത്തു. എന്നിട്ട് ഭഗവാന്റെ ആയിരക്കണക്കിന് മക്കളും ബന്ധുക്കളും എല്ലാവരും അതിൽ പങ്കെടുത്തുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അന്തപുരിയിലേക്ക്, രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള ദ്വാരകവാസികളെല്ലാവരും സന്തോഷത്തോടു കൂടി, കുറച്ച് ദുഃഖത്തോടു കൂടി അവരെല്ലാവരും അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് എത്തുന്ന മനോഹരമായിട്ടുള്ള രംഗം? അല്ലേ, സൂപ്പറല്ലായിരുന്നു? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ കമൻസിലിടുക. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. ഇനി 3 അധ്യായമേ ഉള്ളൂ മഹാഭാരതം തീരാൻ. അടുത്ത അധ്യായം, നാളത്തെ വീഡിയോ അശ്വമേധ യജ്ഞം യുധിഷ്ഠിര മഹാരാജൻ്റെ. പിന്നെ വിതുരർ പറഞ്ഞു ഓട്ടിക്കുന്നു, അത് അടുത്ത വീഡിയോ. പിന്നെ ഏറ്റവും കിടിലമായിട്ടുള്ള ക്ലൈമാക്സ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.